സൗമ്യ എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട്, ഞാൻ സവിതാജിയുടെ വീഡിയോ കാണാൻ തുടങ്ങിയത് ഇന്ന് മുതലാണ്. എൻ്റെ സംശയത്തിന് ഉത്തരം തരണമെന്ന് അപേക്ഷിക്കുന്നു. നാമം ചൊല്ലുമ്പോൾ ശ്രദ്ധ മാറിപ്പോകുന്നു. എന്തുകൊണ്ടാണ്? പാപം ചെയ്തതുകൊണ്ടാണോ? ഉത്തരം തരണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒട്ടുമല്ല, അങ്ങനെയൊന്നും വിചാരിക്കാല്ല കേട്ടോ. ഇന്നത്തെ കാലത്ത് നമുക്ക് നാമം ചൊല്ലാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ. ഞാനിങ്ങനെ പറയുമ്പോൾ പലർക്കും തോന്നും, എന്താ നാമം ജപിക്കാൻ ഇത്ര വലിയ പ്രയാസം ഉണ്ടോയെന്ന്. നിങ്ങളൊന്ന് അരമണിക്കൂർ ശ്രദ്ധ വിടാതെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നാമം ജപിക്കണം എന്ന് വിചാരിച്ചു നോക്കൂ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഒരു 20 മിനിറ്റിലധികം നിങ്ങളെ കൊണ്ടത് സാധ്യമാവില്ല എന്ന്. അത് പാപം ചെയ്തതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇന്നത്തെ ഈ ഒരു ജീവിത സാഹചര്യം അങ്ങനെയാണ് അല്ലേ. നമുക്ക് ഒരു 20 മിനിറ്റിന് നമ്മുടെ മൊബൈൽ ശബ്ദിക്കാതിരിക്കണം. അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. പിന്നെ നമ്മളെ ആരും വിളിക്കാതിരിക്കണം. പിന്നെ ഇതൊക്കെ പോട്ടെ, നമ്മൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതിരിക്കണം. ഇതൊക്കെ വളരെ പ്രയാസമേറിയ കാര്യമാണ്. യോഗയും മെഡിറ്റേഷനും ഒക്കെ ഒരു പരിധി വരെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മളെ സഹായിക്കും എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നാമം ജപിക്കുമ്പോൾ പല ആളുകളുടെയും പ്രശ്നം ഇത് തന്നെയാണ്. നമുക്ക് ശ്രദ്ധിച്ച് നാമം ജപിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാ വെറുതെ പാപം വാങ്ങാൻ നിൽക്കണം, നാമം ജപിക്കാതിരുന്ന കാര്യം കഴിഞ്ഞില്ലേ എന്നാണ് പല ആളുകളും വിചാരിക്കുക. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. മറ്റൊരാളെ വിളിക്കുന്ന രൂപത്തിൽ നമ്മൾ നാമം ജപിച്ചാലും പരിഹാസ രൂപേണ നാമം ജപിച്ചാൽ പോലും കണക്കാക്കുന്ന ഒരു ഈശ്വരനാണ് നമുക്കുള്ളത് കേട്ടോ. അത്ര കാരുണ്യാർദ്ര മനസ്സുള്ള നമ്മുടെ ഉണ്ണികൃഷ്ണനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നാമം കൊണ്ട് തൃപ്തിപ്പെടുത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇനി നാമം ഒരുപാട് ജപിക്കുന്നതിലൂടെ നമ്മുടെ നാവിനതൊരു പ്രാക്ടീസ് ആവും, ഒരു ശീലമാവും. ആ ശീലം കൊണ്ട് മാത്രമാണ് നമുക്ക് ക്രമേണയാണ് നമുക്ക് ആ നാമത്തിൽ ശ്രദ്ധയൂന്നി നാമം ജപിക്കാൻ സാധിക്കുള്ളൂ. ആദ്യം തന്നെ നമുക്ക് അങ്ങനെയൊന്നും സാധിക്കില്ല. നമ്മൾ ആദ്യം തന്നെ നാമം ജപിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചു കാലം നാമം ജപിച്ചു വെച്ചിട്ടൊന്നും നമുക്ക് അങ്ങനെ സാധ്യമാവില്ല. അനേക വർഷക്കാലം നമ്മളിങ്ങനെ നാമം ജപിച്ചുകൊണ്ടേ ഇരുന്നാൽ മാത്രമാണ് നമുക്ക് ആ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നാമം ജപിക്കാൻ പറ്റുള്ളൂ. അതുവരെ നാവിനൊരു പ്രാക്ടീസ് ആയിട്ടെങ്കിലും നമ്മൾ നാമം ജപിക്കുക, വിടാതെ ജപിക്കുക എന്നുള്ളതാണ് ആചാര്യന്മാരെ അനുസ്മരിക്കാറുള്ളത് കേട്ടോ.